ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ് പരിസ്ഥിതി. എന്നാൽ ഖാണ്ഡവദഹനം അത് പരിസ്ഥിതിയെക്കുറിച്ചാണോ അല്ലേ എന്നുള്ളൊരു സംവാദമാണ് അടുത്ത വിഷയം. അപ്പോൾ വിവേകാനന്ദ വിദ്യാലയം നിങ്ങൾ സംസാരിക്കേണ്ടത് ഖാണ്ഡവദഹനം പ്രകൃതി നശീകരണത്തിൻ്റെ കഥയാണ് എന്ന് തന്നെ, ആ കാട് നശിക്കുന്നതിൻ്റെ കഥ അത് പ്രകൃതിക്കെതിരായിട്ടുള്ള ഒരു കഥയാണെന്ന് നിങ്ങളും, അതല്ല എന്ന് ദർശന സ്കൂളും. നിങ്ങളുടെ സമയം ദാ തുടങ്ങുന്നു. അഗ്നിദേവനാൽ ചെയ്യപ്പെട്ട ഖാണ്ഡവന ദഹനം എന്നുള്ളത് വനനശീകരണത്തിൻ്റെ കഥ തന്നെയാണ്. മഹാഭാരതം ഒരു കഥയോ സന്ദർഭമോ ആയിക്കൊള്ളട്ടെ, എന്നാൽ അതിൽ പരാമർശിച്ചിട്ടുള്ള ഖാണ്ഡവന ദഹനം എന്നുള്ളത് ഒരു തെറ്റായ സന്ദേശം തന്നെയാണ് നൽകുന്നത്. എന്താണ് വനനശീകരണം എന്ന് നമുക്കറിയാവുന്നതാണ്. മരങ്ങൾ നിൽക്കുന്ന പ്രദേശങ്ങളിൽ നിന്ന് മരങ്ങളോ തന്നെ ഇല്ലാതാക്കുന്നതാണ് വനനശീകരണം. ഇപ്പോൾ ആധുനിക ശാസ്ത്രപ്രകാരം 1 ഹെക്ടർ വനത്തിന് 30 ടൺ മുതൽ 80 ടൺ വരെ പൊടിപടലങ്ങൾ ആഗിരണം ചെയ്യാൻ കഴിയുകയും അതുപോലെ തന്നെ 8 ടൺ മുതൽ 10 ടൺ വരെ കാർബൺ ഡയോക്സൈഡ് ആഗിരണം ചെയ്യാൻ കഴിയുകയും ചെയ്യും. അങ്ങനെയെങ്കിൽ എത്രയോ വലിയ ഖാണ്ഡവനം ദഹിപ്പിച്ചത് പ്രകൃതിക്ക് ദോഷകരമായി ബാധിക്കുമെന്നുള്ളത് തീർച്ചയാണ്. അതൊരിക്കലും നമുക്കങ്ങനെ വാദിക്കാൻ കഴിയില്ല. കാരണം ഖാണ്ഡവ ദഹനം നടത്തുന്നത് അഗ്നിദേവൻ്റെ രോഗശമനത്തിന് വേണ്ടിയാണ്. അപ്പം താങ്കളുടെ അഭിപ്രായം അനുസരിച്ച് നമ്മുടെ ഈ ഭൂലോകം മുഴുവൻ ആശ്രയിക്കുന്ന പഞ്ചഭൂതങ്ങളിലും ഏറ്റവും പവിത്രവും ശ്രേഷ്ഠവുമായ അഗ്നിയെ താങ്കൾ എങ്ങനെയാണ് സംരക്ഷിക്കണമെന്ന് പറയുന്നത്? അഗ്നിദേവന് അശ്വിനി ദേവകളോടോ അല്ലെങ്കിൽ ദേവഗുരുവായ ബൃഹസ്പതിയോടോ അഭിപ്രായം ചോദിക്കായിരുന്നു. ഇത്രയും കോടിക്കണക്കിന് ജീവജാലങ്ങൾ വസിക്കുന്ന ഖാണ്ഡവനം തന്നെ ദഹിപ്പിച്ച് അത് ചെയ്യേണ്ട ആവശ്യമില്ലായിരുന്നു. സൃഷ്ടിയുടെ ദേവനായ ബ്രഹ്മാവ് തന്നെയാണ് ഖാണ്ഡവനം ദഹിപ്പിക്കാനായി അഗ്നിദേവന് ആജ്ഞ നൽകുന്നത്. അത് കൃഷ്ണാർജുനന്മാരുടെ സഹായത്തോടു കൂടിയാണ് ഖാണ്ഡവനം ദഹിക്കപ്പെടുന്നത്. അപ്പോൾ നേരത്തെ പറഞ്ഞു അഗ്നിദേവന്റെ രോഗം എന്ന് പറഞ്ഞു. ഇപ്പോൾ ആ വിഷയം മാറ്റി പറയുന്നു. രോഗമായി വിശപ്പായി നമുക്ക് ഇവിടെ വേണമെങ്കിൽ പറയാം. കാരണം രോഗമായിട്ടാണ് കഥയിൽ പറയുന്നത്. പിന്നെ വിശപ്പായിട്ടാണ് ബ്രാഹ്മണന്റെ വേഷം ധരിച്ചാണ് അർജുനനോട് വന്ന് വിശപ്പിന് വേണ്ടി എന്തെങ്കിലും തരണമെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ വിശപ്പായും രോഗമായും നമുക്കിതിനെ പ്രതിപാദിക്കാം. കൃഷ്ണൻ എന്നാൽ മഹാവിഷ്ണു തന്നെയാണ്. മഹാവിഷ്ണുവിൻ്റെ കർത്തവ്യമാണ് സ്ഥിതി എന്നുള്ളത്. അങ്ങനെയെങ്കിൽ സ്ഥിതി എന്നുള്ള കർത്തവ്യം ചെയ്യാതെ ഇത്രയും വിനാശകരമായ ഒരു കർത്തവ്യം ചെയ്ത് കൃഷ്ണന് എതിരല്ലേ? ഒരു രാഷ്ട്രത്തിൻ്റെ നന്മയ്ക്കായി ഒരു ഗ്രാമത്തെയോ, ഒരു ഗ്രാമത്തിൻ്റെ നന്മയ്ക്കായി ഒരു കുടുംബത്തെയോ, ഒരു കുടുംബത്തിൻ്റെ നന്മയ്ക്കായി ഒരു വ്യക്തിയെയോ ബലിയാടാക്കുന്നത് അത്ര തെറ്റായ കാര്യമല്ല. കാരണം അത്രയും വലിയ ഭൂലോകം മുഴുവനും ആശ്രയിക്കുന്ന അഗ്നിയെ നമുക്ക് വീണ്ടെടുക്കാൻ ഖാണ്ഡവദഹനത്തിലൂടെയാണ് കഴിയുന്നത്. അപ്പോൾ നമുക്കത് ഒരിക്കലും, പിന്നെ എങ്ങനെയാണ് നമ്മൾ ഖാണ്ഡവദഹനം നടത്തിയില്ലെങ്കിൽ അഗ്നിയെ ഒരിക്കലും നമുക്ക് തിരിച്ചു കിട്ടില്ല. നമ്മൾ 2 വർഷം തുടർച്ചയായി പ്രളയം അതിജീവിക്കുന്നു. അതിൻ്റെ കാരണം എന്ന് പറയുന്നത് പശ്ചിമഘട്ടത്തിലെ വനനശീകരണം തന്നെയാണ്. അങ്ങനെയെങ്കിൽ ഇത്രയും വലിയ ഖാണ്ഡവന നശീകരണം, വായു മലിനീകരണം, ജലമലിനീകരണം, അങ്ങനെ പല പല ആപത്തുകൾക്ക്. ഈ ഒരു വിഷയത്തിൽ പ്രകൃതി വനനശീകരണവും ഖാണ്ഡവദഹനവും രണ്ടും രണ്ടാണ്. ഇപ്പോൾ കാലിഫോർണിയയിൽ നടന്ന ഫോറസ്റ്റ് ഫയറിനെ ഖാണ്ഡവദഹനം പോലെ നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ വനനശീകരണം മുറിച്ചു മാറ്റുകയാണ് ചെയ്യുന്നത്. മനുഷ്യൻ ചെയ്യുന്ന തെറ്റാണ്. അത് ചെറിയൊരു അഡിഷൻ പറഞ്ഞു എന്നേ ഉള്ളൂ. നിങ്ങൾക്ക് തുടരാം. അപ്പോൾ വായുമലിനീകരണത്തിന് കാരണമാകുന്നു. ഇപ്പോൾ നമ്മൾ കുറച്ച് കരിയില കൂട്ടിയിട്ട് കത്തിക്കുകയാണെങ്കിൽ അത് എത്രത്തോളം ബുദ്ധിമുട്ടാണ് എന്ന് നമുക്കറിയാം. അങ്ങനെയെങ്കിൽ ഇത്രയും ഹെക്ടർ നീളമുള്ള വനം കത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് എന്തായിരിക്കുമെന്ന് നമുക്ക് ഊഹിക്കാവുന്നതാണ്. ഖാണ്ഡവനത്തിൽ നിന്നും ഉണ്ടാകുന്ന പുക പടലങ്ങൾ ഒരിക്കലും നമ്മുടെ പ്രകൃതിയെ മലിനമാക്കുമെന്ന് നമുക്ക് തീർത്തും പറയാൻ കഴിയില്ല. കാരണം അന്നത്തെ കാലത്ത്, പുരാതന കാലങ്ങളിൽ വനത്തിൽ ഇന്നത്തെ പോലെ പ്ലാസ്റ്റിക് മാലിന്യങ്ങളോ അൽക്കേഷ്യ മരങ്ങളോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അത് കത്തി നശിക്കുന്നത് മൂലം ഒരിക്കലും നമുക്ക് അന്തരീക്ഷത്തിൽ മാലിന്യമുണ്ടാകും എന്ന് പറയാൻ തീർത്തും കഴിയില്ല. മാത്രവുമല്ല, ഖാണ്ഡവനത്തിൽ ഒരുപാടും ഔഷധ സസ്യങ്ങളും അവയെ ഭക്ഷിച്ച് ജീവിക്കുന്ന ജീവജാലങ്ങളുമാണ്. ഇവയാണ് ഖാണ്ഡവനത്തിൽ നിന്ന് ദഹനത്തിലൂടെ അഗ്നിദേവന ഔഷധമായി നൽകുന്നത്. അപ്പോൾ ഒരാളുടെ ദോഷം മാറുവാൻ വേണ്ടി ഇത്രയും ജീവികളെ കുരുതിക്ക് കൊടുക്കണമെന്നാണോ അങ്ങ് പറയുന്നത്? ഒരാളുടെ എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. കാരണം അഗ്നിദേവനെ നമ്മുടെ ഈ ഭൂലോകം മുഴുവനും ആശ്രയിക്കുന്നതാണ് അഗ്നിദേവൻ. പഞ്ചഭൂതങ്ങളിൽ ഒന്നാണ്. പഞ്ചഭൂതങ്ങളിൽ ഒന്ന് നശിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും നമുക്ക് പഞ്ചഭൂതാത്മകമിതം ശരീരം എന്നാണല്ലോ പറയാറ്. അപ്പോൾ പഞ്ചഭൂതങ്ങളാൽ നിർമ്മിതമാണ് നമ്മുടെ ഏവരുടെയും ശരീരം. അതിൽ ഒരു പഞ്ചഭൂതം നശിച്ചു കഴിഞ്ഞാൽ പിന്നെ ബാക്കിയൊന്നിനും നിലനിൽപ്പുണ്ടാകുന്നതല്ല. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മറ്റെന്തെങ്കിലും ഓപ്ഷൻസ് നോക്കാമായിരുന്നു. അതിന് ശ്രമിക്കുന്നില്ല എന്ന് നമുക്ക് കാണാവുന്നതാണ്.